വീണ്ടും ഹൃദയത്തുടിപ്പുമായി എയർ ആംബുലൻസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഹൃദയവുമായി എയർ ആംബുലൻസ് ഉടൻ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പുറപ്പെടും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഹൃദയപൂർവ്വം ഒരു യാത്ര. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എയർ ആംബുലൻസ് ഇതാ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. അവയവ ദാനത്തിന് കേരളത്തിൻ്റെ നന്മ മനസ്സിന് ഒരു ഉദാഹരണം കൂടി, ഒരു നേർസാക്ഷ്യം കൂടി. വിവരങ്ങളുമായി വീണ മെസ്സേജ് വരികയാണ്. വീണ, മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. തയ്യാറെടുപ്പുകൾ അതിനു മുമ്പേ ഏകദേശം പൂർത്തിയായിരുന്നു. ഇപ്പോഴിതാ ഹൃദയത്തുടിപ്പുമായി ആ യാത്ര ആരംഭിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കെ പി സുരേഷ്, ഹൃദയമടക്കമുള്ള അവയവങ്ങൾ എടുക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയായി. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എയർ ആംബുലൻസിൽ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ആ അവയവദാനം എന്ന മഹാദാനത്തിനാണ് തലസ്ഥാന നഗരിയും കേരളവും ഒക്കെ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. രാവിലെ മുതൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിരവധി മനുഷ്യസ്നേഹികളും മനുഷ്യത്വം മരവിക്കാത്ത മനസ്സിനുടമകളായിട്ടുള്ള നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. രാവിലെ 10:15 ആരംഭിച്ച ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ എടുക്കുന്ന ശസ്ത്രക്രിയ 1:30 അവസാനിച്ചത്. തുടർന്ന് ഹൃദയം വഹിച്ചുകൊണ്ടുള്ള വാഹനം, KSOT വാഹനമാണ് ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജിലെ തന്നെ ഗ്രൗണ്ടിലാണ് എയർ ആംബുലൻസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആ എയർ ആംബുലൻസ് സജ്ജീകരിച്ച ഭാഗത്തേക്ക് എത്തിച്ചു. ഡോക്ടർമാരുടെ സംഘം ഒപ്പമുണ്ട്. ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് വാഹനം ഇനി കൊച്ചിയിലേക്ക് പറന്നു ഉയർന്നിരിക്കുകയാണ്. നേപ്പാൾ സ്വദേശിയായ ദുർഗാകാമിക്കാണ് ഹൃദയം കിട്ടുക. പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ആ ഒരു മുൻഗണനാ പട്ടികയിലേക്ക് ദുർഗാകാമി എത്തിച്ചേർന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയകളൊക്കെ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ജില്ലാതലത്തിൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. അത് എറണാകുളം ജില്ല സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവയവദാനങ്ങളിൽ ത്വക്ക് ദാനം ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം കൂടിയാണ് ഷിബു ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ 7 അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ 7 പേർക്കാണ് പുതുജീവൻ ലഭിക്കുക. മറ്റ് അവയവങ്ങൾ, അതായത് കരൾ, അതുപോലെ തന്നെ നേത്രപടലങ്ങൾ, അതുപോലെ തന്നെ വൃക്കകൾ, അതൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ദാതാവിനെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുടുംബമടക്കം ഇവിടെയുണ്ട്. ഡിസംബർ 14 കൊല്ലം ചിറക്കൽ സ്വദേശിയായ ഷിബു എന്ന 47-കാരന് വാഹനാപകടം ഉണ്ടാകുന്നത്. ആദ്യം അതായത് കൊല്ലത്തെ തന്നെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് ഗുരുതരാവസ്ഥയെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡിസംബർ 15 എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വരെ കുടുംബം വലിയ പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്നാണ് കുടുംബം വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് പോയതെങ്കിലും അവയവങ്ങൾ ദാനം ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് എത്തിയത്, ആ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം നടപ്പാക്കുവാൻ ആരോഗ്യരംഗവും ഒപ്പം തന്നെ മനുഷ്യരടക്കം വലിയൊരു സമൂഹം ഒരുമിച്ച് നിന്നു. ആ ഒരുമിച്ച് നിന്നതിൻ്റെ ഏകോപനത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും ഒക്കെ ശ്രമഫലമായി തന്നെയാണ് ഇപ്പോൾ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പറന്ന് ഉയർന്നിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം കൊച്ചിയിലേക്ക് എത്തും. കൊച്ചിയിലെ ജനറൽ ആശുപത്രിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടക്കുക. സ്കിന്നടക്കം, ത്വക്കടക്കം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കിൻ ബാങ്കിൽ സൂക്ഷിക്കും. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും ഒപ്പം തന്നെ ട്രാവൻകൂർ മെഡിസിറ്റിയിലടക്കമാണ് രണ്ടാമത്തെ വൃക്ക നൽകുക. കരൾ നൽകുന്നത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ്. അതിന് സ്വീകർത്താവൊക്കെ തയ്യാറായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അവയവങ്ങളും വൈകാതെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇവിടെ നിന്ന് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് ആശുപത്രികളിലേക്ക് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മഹാദാനത്തിൻ്റെ, അവയവദാനത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു നിമിഷങ്ങൾക്കാണ്. പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അവയവദാനത്തിൻ്റെ നല്ല മനസ്സുകളുടെ ഒരുമയുടെ ഒരു സന്ദേശം ഒരിക്കൽ കൂടി കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഇവിടെ എയർ ആംബുലൻസിലേക്ക് ഈ അവയവങ്ങൾ എത്തിക്കുന്ന ആ ഗതാഗത സംവിധാനം, ഗതാഗത നിയന്ത്രണം, എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ആ ഹൃദയപൂർവ്വമുള്ള യാത്രയ്ക്ക് പാത ഒരുക്കിക്കൊടുക്കുന്നു. ഇനി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കണം. അവിടെയും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് നല്ല മനസ്സുകളുടെ, നന്മ മനസ്സുകളുടെ ഹൃദയപൂർവ്വമുള്ള ഒരു യാത്ര എന്ന് തന്നെ നിസ്സംശയം ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാമല്ലേ വീണ? തീർച്ചയായും
തീർച്ചയായും കെ പി സുരേഷ് അത് തന്നെയാണ്. ഒരു ആപത്ത് വരുമ്പോൾ മനുഷ്യൻ എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ കാഴ്ച തന്നെയാണ് നമുക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ, അത് ഷിബുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു എന്ന് അറിഞ്ഞു, വാർത്തകളിലൂടെ അറിഞ്ഞു നിരവധി പേർ ഇവിടെ എത്തി. സേവാഭാരതിയുടെ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. ആ കുടുംബമൊക്കെ ഇവിടെയുണ്ട്, സഹോദരി അടക്കം ഇവിടെയുണ്ട്. പക്ഷേ അവർ വൈകാരികമായുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കൂടപ്പിറപ്പിൻ്റെ ആ ഒരു വേർപാടിൽ അതീവ ദുഃഖമുണ്ടെങ്കിലും അദ്ദേഹം 7 പേർക്ക് പുതുജീവൻ നൽകുന്നു എന്നുള്ള മഹത്തരമായ കർമ്മം ചെയ്യുന്നതിലൂടെ കുടുംബത്തെയും ഏറെ ആശ്വസിപ്പിക്കുവാനും സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നതുമുണ്ട്. ഒപ്പം തന്നെ ഇത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരടക്കം ഇവിടെ തടിച്ചുകൂടിയവരുമുണ്ട്. വാർത്തകൾ അറിഞ്ഞ് പൊതുജനങ്ങളടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന കാഴ്ച കൂടിയുണ്ട്. മനുഷ്യൻ എപ്പോഴും ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെയും ഒപ്പം തന്നെ സഹാനുഭൂതിയുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൈകോർത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ശരി. ഏതായാലും വീണ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരിൽ കണ്ടതുപോലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി എയർ ആംബുലൻസ് പറന്നുയർന്നു കഴിഞ്ഞു. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് യാത്ര. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും MS വീണ നൽകിയത്.